ചാർലി കിർക്ക് വധത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളെ തുടർന്ന് പ്രശസ്ത അവതാരകൻ ജിമ്മി കിമ്മലിന്റെ ടോക്ക് ഷോ നിർത്തലാക്കി ABC നെറ്റ്വർക്ക്. ചാർലി കിർക്കിന്റെ കൊലപാതകം മഗാ ഗ്യാങ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുവെന്നാണ് തന്റെ പരിപാടിയിൽ കിമ്മൽ ആരോപിച്ചത്. തന്റെ അടുത്ത അനുയായിയുടെ മരണത്തിൽ വിലപിച്ച ട്രംപിനെയും കിമ്മൽ വിമർശിച്ചിരുന്നു. ചാർലി കിർക്കിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള കൊമേഡിയൻ ജിമ്മി കിമ്മലിന്റെ പരാമർശങ്ങളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ്. കിമ്മലിന്റെ രാത്രികാല ടോക്ക് ഷോ അനിശ്ചിതകാലത്തേക്ക് നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് വാൾട്ട് ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ള ABC നെറ്റ്വർക്ക്. ABC വക്താവാണ് ഇക്കാര്യം അറിയിച്ചത്. ജിമ്മി കിമ്മൽ ലൈവ് അടുത്ത കാലത്തൊന്നും സംപ്രേഷണം ചെയ്യില്ലെന്ന് യുഎസിലെ ABC അംഗീകൃത TV സ്റ്റേഷനുകളുടെ ഏറ്റവും വലിയ ഉടമകളിലൊരാളായ നെക്സ്റ്റാർ പറഞ്ഞതിന് തൊട്ടുപിന്നാലെയാണ് നെറ്റ്വർക്കിന്റെ ഈ നടപടി. ചാർലി കിർക്കിന്റെ കൊലപാതകം മാഗാ ഗ്യാങ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നുവെന്നാണ് തന്റെ പരിപാടിയിൽ കിമ്മൽ ആരോപിച്ചത്. ചാർലി കിർക്കിന്റെ കൊലപാതകി തങ്ങളിലൊരാളല്ലെന്ന് സ്ഥാപിക്കാൻ മാഗാ ഗ്യാങ് ശ്രമിക്കുന്നുവെന്നും കിമ്മൽ ആരോപിച്ചിരുന്നു. വെടിവയ്പ്പിന് പിന്നാലെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടിയതിനെയും ട്രംപിന്റെ പ്രതികരണത്തെയും കിമ്മൽ വിമർശിച്ചു. വൈറ്റ് ഹൌസ് പുൽത്തകിടിയിൽ നിന്നുള്ള ട്രംപിന്റെ പ്രതികരണ വീഡിയോ ചൂണ്ടിക്കാട്ടി ഇങ്ങനെയാണ് ഒരു 4 വയസ്സുകാരൻ തന്റെ സ്വർണ്ണ മത്സ്യം ചത്താൽ ദുഃഖിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ജിമ്മി കിമ്മലിന്റെ ഷോ നിർത്തിവെച്ച ABCയുടെ തീരുമാനത്തെ പ്രശംസിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി. അമേരിക്കയ്ക്ക് ഒരു സന്തോഷ വാർത്ത. റേറ്റിംഗിൽ പിന്നിലായിരുന്ന ജിമ്മി കിമ്മൽ ഷോ റദ്ദാക്കി. ചെയ്യേണ്ട കാര്യം ചെയ്യാൻ ഒടുവിൽ ധൈര്യം കാണിച്ച ABCക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ട്രംപ് തന്റെ സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. ജിമ്മി കിമ്മലിന്റെ ഷോ നിർത്തിവെച്ചത് പൊതുതാൽപര്യം കണക്കിലെടുത്താണെന്ന് നെക്സ്റ്റാർ അറിയിച്ചു. കിർക്കിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള കിമ്മലിന്റെ പരാമർശങ്ങൾ അധിക്ഷേപകരവും വിവേകരഹിതവുമാണെന്ന് നെക്സ്റ്റാറിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് വിഭാഗം പ്രസിഡന്റ് ആൻഡ്രൂ ആൽഫോർഡ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. കിമ്മലിന് ഒരു വേദി നൽകുന്നത് നിലവിലെ സാഹചര്യത്തിൽ പൊതുതാൽപര്യത്തിന് യോജിച്ചതല്ലെന്നും ആൽഫോർഡ് കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.